നമസ്കാരം. തെക്കുടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാൻ്റെ സുപ്രീം ലീഡറായ ശ്രീ ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം, അതൊരു യുദ്ധത്തിലാണെങ്കിലും അത് കണക്ക് കൂട്ടിയുള്ള ഒരു കൊലപാതകമാണെന്ന് ഇപ്പോൾ വളരെ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഷിയകളുടെ ഇടയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. കാശ്മീരിലും പലയിടങ്ങളിലും, ഡൽഹിയിലും ഉണ്ടായിരുന്നു, ഇന്നലെ ജന്തർ മന്ദിറിലെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു, UP-യിലെ ചിലയിടത്ത് ഉണ്ട്, കേരളത്തിലും കർണാടകത്തിലെ ഒരു വില്ലേജിൽ അദ്ദേഹം സന്ദർശിച്ചിരുന്നു, അവിടെയും ഉണ്ട് എന്ന് കേൾക്കുന്നു. സർ, എന്താണ് ഇത് നമ്മളോട് പറയുന്നത്, ഈ പ്രൊട്ടസ്റ്റ് വളരെ സ്വാഭാവികമാണ്. നമ്മൾ ഇന്നലെ ഇത് ചർച്ച ചെയ്തപ്പോൾ ഇത് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് 20% വരുന്ന ഷിയ കമ്മ്യൂണിറ്റി ഉണ്ട്. താങ്കൾ പറയുന്ന കാശ്മീർ താഴ്വരയിലെ മുസ്ലിങ്ങൾ ഷിയാകൾ തന്നെയാണ്. അതായത് ഉത്തർപ്രദേശിൽ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ഷിയ ഇതാണ്. അത് ഇതിന് ശേഷം ലക്നൗ, കാൺപൂർ തുടങ്ങിയ നിരവധി ഭാഗങ്ങളിൽ. കർണാടകയിൽ ഒരു പ്രത്യേക ഗ്രാമം തന്നെ മുഴുവൻ സുന്നി മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ദ്വീപ് പോലെ ഒരു ഷിയ പ്രദേശമുണ്ട്. കേരളത്തിൽ ഷിയകൾ വളരെ കുറവാണ്, ഒരു കൊയിലാണ്ടിയിലോ മറ്റോ വളരെ അപ്പൊ കേരളത്തിലെ കാര്യം നമുക്ക് വിടാം. കാരണം ഒരു സംസാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിധത്തിലുള്ള ഒരു ഷിയ പോപ്പുലേഷൻ ഇല്ല. ഇവിടെ നടക്കുന്ന പ്രകടനങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ട്രംപ് വിരുദ്ധ, നെതന്യാഹു വിരുദ്ധ പ്രകടനങ്ങളാണ്. അത് ഷിയകൾ നടത്തുന്ന സയനിസ്റ്റ് വിരുദ്ധ പ്രകടനങ്ങളുമായി നമ്മൾ കൂട്ടിഘടിപ്പിക്കേണ്ടതില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്. അത് എനിക്ക് തോന്നുന്നു UDF-ഉം കോൺഗ്രസും അത്തരം മാർഗത്തിലേക്ക് ഇന്നോ നാളെയോ പോകുന്നുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ഷിയ സുന്നി വിഭജനത്തിൽ അത്ര പ്രസക്തമല്ല. നിങ്ങൾ പാലസ്തീനിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ ഇറാന്റെ കാര്യത്തിലും സുന്നി മതസംഘടനകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവുകയില്ലെങ്കിലും കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഇറാനെതിരായിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും. പക്ഷെ താങ്കൾ ഇവിടെ ചോദിക്കുന്നത് അവർക്ക് മതപരമായി തന്നെ ഖമേനി ഒരു ആരാധ്യനായ, ഏറ്റവും ബഹുമാനമുള്ള ഒരു ആഗോള നേതാവ് തന്നെയായിരുന്നു. ഇപ്പൊ ആഗോള നേതാവ് തന്നെയാണെന്നുള്ളതിനൊരു കാരണം, നമ്മൾ ഇറാഖിലെ ഷിയകൾ അല്ലെങ്കിൽ ലെബനനിലെ ഷിയകൾ, യമനിലെ ഷിയകൾ, ഇവരുടെ എല്ലാം ആത്മീയ നേതാവായിട്ടാണ് ഈ കൊല്ലപ്പെട്ട ഇറാനിന്റെ ഖമേനി അറിയപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ സുന്നികൾക്ക് ശിഹാബ് തങ്ങൾ ആരാണോ, അതുപോലെ തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഷിയകൾക്ക് ഇന്ന് ഇറാനിന്റെ കൊല്ലപ്പെട്ട അവരുടെ ആത്മീയ നേതാവായ ഖമേനി. അപ്പൊ ഇത് തികച്ചും ഇതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് മോഡി സർക്കാർ, അവരുടെ ആഭ്യന്തര വകുപ്പ് ഇത് സൂക്ഷിക്കണം എന്നുള്ള സർക്കുലർ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ ഇങ്ങനെ ഷിയകളുടെ പ്രകടനങ്ങൾ ഉണ്ടാവാം. ഒരു ഉദാഹരണത്തിന് താങ്കൾക്കറിയാം, പാകിസ്ഥാനിൽ കറാച്ചിയിലാണ് ഷിയകൾ ഉള്ളത്. കൂടാതെ മുജാഹിർ, അതായത് ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത ഷിയകൾ ഉള്ള സ്ഥലമാണ് കറാച്ചി. ആ കറാച്ചിയിലാണ് അമേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ടത്. അപ്പൊ ലോകത്തെമ്പാടുമുള്ള ഷിയ വിശ്വാസികളെ തികച്ചും പ്രകോപിപ്പിക്കുന്നതാണ് ഇന്നലെ ഈ 2 ദിവസമായി ഇറാന് മേൽ നടക്കുന്ന ആക്രമണം. അത് സ്വാഭാവികമാണ്, അത് തടയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ സുന്നികളെക്കാൾ രക്തസാക്ഷിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം വിഭാഗമാണ് ഷിയാകൾ. കാരണം അവരുടെ ഉത്ഭവം തന്നെ അത്തരത്തിലുള്ള ഒരു ചരിത്രത്തിൽ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, തീർച്ചയായും പ്രത്യേകിച്ച് കാശ്മീർ രാഷ്ട്രീയത്തിൽ ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. കാരണം മോങ്ങാനിരിക്കുന്ന നായയുടെ മുകളിൽ ഒരു തേങ്ങ വീണു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ്മീരിലെ ഷിയ മുസ്ലിം ജനതയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു കാരണം അല്ലെങ്കിൽ പുതിയ ഒരു മുറിവ് ഏറ്റിരിക്കുകയാണ്.
ഈ അക്രമത്തിലൂടെ. അപ്പോൾ അത് യഥാർത്ഥത്തെ, അത് മാത്രമല്ല ഇന്ത്യയിലെ സർക്കാർ ആ ഖൊമേനിയെ കൊന്നവരുടെ സുഹൃത്താണെന്ന് തുറന്നു പറയുന്നു. ഇത് ടെലവീവിൽ പോകുന്നു, ഈ പറയുന്ന ട്രംപുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു, എല്ലാവരെയും ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നു. കഴിക്കുമ്പോൾ ഇത് ഷിയാക്കൾക്കെതിരായിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന രാഷ്ട്രീയ വികാരം ഇന്ത്യയിലെ ഷിയകൾക്ക് ഉണ്ടാവും. അത് RSS BJPക്കും അറിയാം. നമ്മുടെ പ്രധാനം സുന്നി, ഇന്ത്യയിലെ സുന്നികളാണ് മുഖ്യ മുസ്ലിം വിഭാഗം. അവർ പാലസ്റ്റീന്റെ കാര്യത്തിൽ എടുത്ത നിലപാട് പോലെ തന്നെ ഐക്യത്തോടുകൂടി എല്ലാ മുസ്ലിം വിഭാഗങ്ങളുടെയും ഐക്യത്തോടുകൂടി ഇറാനെതിരായിട്ടുള്ള നിലപാട് എടുക്കുമോ എന്നാണ് ഞാൻ ഔത്സുക്യത്തോടു കൂടി നോക്കിയിരിക്കുന്നത്. കേരളത്തിൽ എന്തായാലും ഇതുവരെ മുസ്ലിം മതവിഭാഗങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മുജാഹിദുകളോ അല്ലെങ്കിൽ സമസ്ത സുന്നികളോ കാന്തപുരം സുന്നിയോ ഒന്നും ഇറാൻ ഇതിനെതിരായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് തെരുവിലിറങ്ങിയിട്ടില്ല. ആകെ തെരുവിലിറങ്ങിയിട്ടുള്ളത് CPM ആണ്. അത് രാഷ്ട്രീയമായിട്ട് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച്. കാരണം ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം തങ്ങൾക്കെതിരായി വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി CPM അടിയന്തരമായി ചെയ്ത ഒരു കാര്യമാണ് ഇന്നലെ തെരുവിലിറങ്ങുക എന്നുള്ളത്. പക്ഷേ മറ്റു മുസ്ലിം എനിക്ക് ഒരു തോന്നിയത്, താങ്കൾ പറഞ്ഞു കോമഡിസിയുടെ സർക്കുലർ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. കാശ്മീരിലും ഡൽഹിയിലും ഒക്കെ ഈ പ്രൊട്ടസ്റ്റുകൾ അനുവദിക്കുകയാണ് സർക്കാരുകൾ. അതായത് ഇതിനെ ഒരു മൃദു സമീപനമാണ് അവർ കൈക്കൊള്ളുന്നത്. അതായത് അവർക്ക് തന്നെ ഒരു ഭീതിയുണ്ട്, എന്തെങ്കിലും നമ്മൾ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു മുസ്ലിം കൺസോളിഡേഷന് വക കൊടുക്കുമോ എന്നുള്ളൊരു ഭീതി അവർക്കുണ്ടെന്നല്ലേ ഇത് കാണിക്കുന്നത് സർ? അതെ, തീർച്ചയായിട്ടും താങ്കൾ ശരിയാണ്. ഒരു പക്ഷേ ഷഹീൻ ബാഗിലെ പ്രകടനക്കാരോട് കാണിച്ച ആ വൈര്യമോ അല്ലെങ്കിൽ അവരോട് കാണിച്ച അക്രമമോ ഒന്നും ഷിയ പ്രകടനക്കാരോട് ഇന്ത്യ സർക്കാർ കാശ്മീരിൽ പോലും കാണിക്കുന്നില്ല എന്നുള്ളത് താങ്കൾ പറയുന്നത് പോലെ മൃദു സമീപനമാണ്. ഒരു കാര്യം കൂടി, പാകിസ്ഥാനിൽ ഷിയ അനുകൂല അമേരിക്കൻ വിരുദ്ധ പ്രകടനത്തിൽ 6 പേരെയാണ് പാകിസ്ഥാൻ പോലീസ് വെടിവെച്ചു കൊന്നത്. അത് തുലനം ചെയ്യുമ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഷിയ പ്രതിഷേധ പ്രകടനങ്ങളോട് ഒരു സംയമനമാണ് ഇപ്പോൾ RSS BJP സർക്കാർ കാണിക്കുന്നത്. പക്ഷേ അവരുടെ ആഴത്തിലുള്ള അവരുടെ വിശ്വാസത്തിൽ ഷിയയും സുന്നിയും തമ്മിൽ ഒരു വ്യത്യാസവും അവർ കാണുന്നില്ല. രണ്ടുപേരും മുസ്ലിങ്ങളാണ്. ഒരുപക്ഷെ BJP സർക്കാരിനോട് കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ള വിഭാഗം ഷിയായാണെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഉത്തർപ്രദേശിൽ BJPയോട് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കാണിക്കുന്നവരിൽ മുഖ്യ നേതാക്കൾ ഷിയാക്കളാണ്. അതും യാഥാർത്ഥ്യമാണ്. അപ്പോ തീർച്ചയായിട്ടും BJP RSS ഇതിൽ ഷിയകളെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാവും. അതേസമയം കാശ്മീരിലെ ഷിയകൾക്ക് അത്തരത്തിലൊരു മോഡിയോടൊരു മൃദു സമീപനം ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഷിയ പ്രശ്നം മാത്രമല്ല, അവരുടെ സ്വയം ഭരണത്തിന്റെ അവകാശത്തിന്റെ സമരം കൂടിയാണ്. അതാണ് നമ്മളിപ്പോ ഒമർ അബ്ദുള്ളയും മറ്റ് മുഫ്തി PDPയുടെ എല്ലാം അവരെല്ലാം വളരെ 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 നിശിതമായ വിമർശനമാണ് മോഡിയുടെ ഇറാൻ നയത്തെക്കുറിച്ചുള്ളത്. ഇന്ത്യയിൽ മോഡിയുടെ ഇറാൻ നയത്തെക്കുറിച്ച് ഇനിയും വേണ്ട വിമർശനം ഉണ്ടായിട്ടില്ല. ഇത് വാസ്തവത്തിൽ ഇറാൻ ജനതയ്ക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഐക്യദാർഢ്യം ഇവിടുത്തെ മോഡി സർക്കാരിനെതിരായി നിലപാടെടുക്കുക എന്നാണ്. അത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഷിയയാളാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൽ എനിക്കറിയാവുന്നത് CPMന്റെ ഏരിയ തലത്തിലുള്ള പ്രകടനങ്ങളാണ്. അത് CPMന് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലസ്റ്റീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തിയത് തങ്ങളുടെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയായി എന്ന വിലയിരുത്തൽ CPMന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ അനുകൂല പ്രകടനങ്ങൾ അമിതമായി നടത്തി ഇനി ഉള്ള ഈഴവ വോട്ടുകളും അല്ലെങ്കിൽ നായർ വോട്ടുകളും കളയരുത് എന്ന് പാർട്ടി തീർച്ചയായും ശ്രദ്ധിക്കും. കാരണം അവർക്ക് ആ ഭയം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയുള്ള കടിപിടിയാണ്. മുസ്ലിം വോട്ടുകളെ കിട്ടുകയില്ല എന്ന രീതിയിൽ, ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള നിലയിൽ CPMും ഇടതുപക്ഷവും മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഇറാൻ സംഭവം വരുന്നത്.
പണ്ട് ഇറാഖിന്റെ കാര്യത്തിൽ സദ്ദാം ഹുസൈന്റെ പടം വെച്ച് വോട്ട് പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു CPM. വോട്ട് പിടിച്ച് ജയിച്ചത്. അതുപോലുള്ള ഒരു അവസരം എന്തായാലും ഇതല്ല. കാരണം ഇത് സുന്നികൾക്ക് അത്ര താല്പര്യമുള്ള വിഷയമല്ല. CPM-ന് അമിതമായ മുസ്ലിം പ്രീണനം എന്നുള്ള ചീത്തപ്പേര് കേൾക്കാൻ ഒരു താല്പര്യവുമില്ലെന്നല്ല, അവരൊരു ഹിന്ദുത്വ അനുകൂല പാർട്ടിയാണെന്നുള്ള ധാരണ കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ പോലും ഉപനിഷത്തുകൾ ഉദ്ധരിക്കുകയും താൻ സന്യാസി സമാനമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മോഹൻലാൽ ഇന്റർവ്യൂ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അപ്പൊ അദ്ദേഹം പോലും ഞാൻ ഖുർആൻ വായിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് മുഹമ്മദ് നബിയിൽ താല്പര്യമുണ്ടെന്നോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പഴയ അധ്യാപകൻ പഠിപ്പിച്ച ഉപനിഷത്ത്. അദ്ദേഹം പറയുന്നു എനിക്ക് കാര്യങ്ങളോട് ആസക്തിയില്ല, ഞാൻ സന്യാസി തുല്യനാണ്. ഇതെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ CPM-ന് എന്തായാലും ഇനി ഇറാൻ യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കാമെന്നുള്ള വ്യാമോഹം ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എന്റെ ചെറിയ അറിവ്. ഏകദേശം CPM-ന്റെയും BJP-യുടെയും പൊളിറ്റിക്കൽ പ്രെഡിക്കമെന്റ് ഈ കാര്യത്തിൽ ഒന്ന് തന്നെയാണ് കേരളത്തിൽ. ഒന്നാണ് കൃത്യമായിട്ട് BJP-ക്ക് എന്താണ് പ്രെഡിക്കമെന്റ്? BJP വളരെ കൃത്യമായി, താങ്കൾ സോഷ്യൽ മീഡിയ കണ്ടാൽ അറിയാം, പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം. ഇസ്രായേലിനെ സൗഹൃദത്തിന്റെ പേരിൽ അവർ മോഡിയെ വാഴ്ത്തുന്നു. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യമെന്ന് പറയുന്നു. ഈ പറയുന്ന ഇസ്രായേലിനെ പോലെ വലിയ ചാര സംഘടനകളുള്ള ഇന്ത്യ എന്ന് അഭിമാനിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല RSS BJP-ക്ക്. അവർക്ക് ആകെ പ്രശ്നം എന്താണ്? നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ ഹിന്ദുക്കളായ മലയാളികൾ, അവിടെയുണ്ടല്ലോ ഹിന്ദുക്കള്, അവരിനി മോഡി ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ BJP-യോട് പിണങ്ങുമോ എന്നൊരു ഭയം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം മോഡിയുടെ ഏറ്റവും പുതിയ അടവ് UAE രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സന്ദേശം അയക്കുക. ഇറാനെതിരായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് കനത്ത നിശബ്ദത പുലർത്തിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്ന UAE-യെ, അതായത് ഇറാൻ ആക്രമിച്ച UAE-യെ ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണത്തിന്റെ പേരിൽ പുകഴ്ത്തുക. എന്നാൽ അതിനൊക്കെ മൂല കാരണമായ അമേരിക്കൻ ഇസ്രായേലി കടന്നാക്രമണത്തെ കുറിച്ച് ഒരക്ഷരം പേര് പറഞ്ഞു പറയാതിരിക്കണം. ഇതുപോലെയുള്ള ഒരു ഇരട്ടത്താപ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾ മനസ്സിലാക്കും. ഈ UAE രാജാവിനോടുള്ള പ്രേമം അവിടുത്തെ NRI-കളോടുള്ള സ്നേഹമല്ല, ഇവരുടെ വൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും ഒന്നായിരിക്കുകയാണ്. താലിബാനോടുള്ള സ്നേഹം പോലത്തിനപ്പുറം UAE രാജാവിനോട് മോഡിക്ക് ഒരു സ്നേഹത്തിനും കാരണമില്ല. അതിന് പാവം NRI-കളുടെ പേര് ഉപയോഗിക്കുകയാണ്. എന്നാൽ NRI-കൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോഴും ഭയചികിതരല്ല. അത് പ്രത്യേകം UAE എന്തെങ്കിലും സംരക്ഷണം നൽകിയിട്ടല്ല, മോഡി എന്തെങ്കിലും സംരക്ഷണം നൽകിയിട്ടല്ല. യുദ്ധം ഇന്നോ നാളെയോ അവസാനിക്കുമെന്നും UAE-യിലെ സാമ്പത്തിക വ്യവസ്ഥയിൽ അവിടെ തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി കുറെ ദിവസം നീണ്ടാൽ, ഇത് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടാൽ കാര്യങ്ങൾ മാറും. മോഡിക്ക് ഉത്തരം പറയേണ്ടി വരും. ഈ UAE പ്രേമം അവസാനിപ്പിക്കേണ്ടി വരും. കാര്യങ്ങൾ പച്ചയ്ക്ക് സത്യം പറയാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും. കാരണം ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം, UAE-യിൽ 50 ലക്ഷം പുറത്തുനിന്നുള്ള പ്രവർത്തകർ ഉള്ളതിൽ 30 ലക്ഷം മലയാളികളും 20 ലക്ഷം പാകിസ്ഥാനികളുമാണ്. അപ്പൊ പാകിസ്ഥാനികളെയും സംരക്ഷിക്കുന്നത് UAE രാജാവാണല്ലോ. അപ്പൊ ഇത് ഇന്ത്യക്കാരുടെ സംരക്ഷണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വാഴ്ത്തുന്ന മോഡി ഇതും നമ്മൾ ഇന്ന് ഒളിച്ചു വെക്കുകയാണ്. അവിടെ മുസ്ലിങ്ങൾ, പാകിസ്ഥാൻ മുസ്ലിങ്ങൾ 20 ലക്ഷമാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങിയ NRI-കൾ 30 ലക്ഷമാണ്. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പുതിയ PR ജിമിക്കുമായി സംഘപരിവാർ ഇറങ്ങിയിട്ടുള്ളത്. അതായത് അവരുടെ ഇസ്ലാമോഫോബിയ ഒരു തരത്തിൽ പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യുകയാണ്. പക്ഷെ അവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാം, അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നു.